ശരിക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരിക്കും അവരും ജീവിക്കട്ടെ, അവരും അവരുടേതായിട്ടുള്ള ശൈലികളും കാര്യങ്ങളും ഇഷ്ടങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്, അവർക്കെതിരെ നിലകൊള്ളണ്ട എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഞാനത് നേരത്തെ പറഞ്ഞ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് നമ്മളെതിരേ അല്ല. ഇപ്പം ഞാൻ ഈ റിയാസ് അലീമിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുട്ടികളെയാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ എതിർക്കുന്നത്. ഞാൻ അവിടെ വന്ന് പറഞ്ഞ ഡയലോഗ് തന്നെ അതാണ്. മറ്റുള്ളവൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ എതിരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ ലാലേട്ടൻ വന്ന് വഴക്ക് പറയുമ്പോൾ അഭിഷേക് ഹോൾ കമ്മ്യൂണിറ്റി പറയരുത്. ഞാനപ്പോൾ നോക്കിയപ്പോൾ ജാൻമണി ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളാണ്. പക്ഷേ ജാൻമണി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ അത് പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ ഞാൻ ശരി ലാലേട്ട, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിലാണ് പോയത്. ശരി, ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഞാൻ എതിർക്കുന്നു. ശരിക്കും അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഇപ്പോൾ മറ്റേ ഈ പറഞ്ഞ അഭിഷേക് ജയദീപിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകൾ അന്ന് പുറത്ത് വന്നതാണ്. കൊറിയൻ മല്ലുവിനെ പറഞ്ഞ സാധനങ്ങളൊക്കെ അന്ന് പുറത്ത് വന്നതാണ്. ഇതുപോലെ ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഞാൻ എതിർക്കുന്നത്. ഇപ്പോൾ ഈ റിയാസ് അലീം കുട്ടികളെ പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ എതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എതിർക്കും. അപ്പോൾ അതിനെ നിങ്ങൾ അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെ അവർ കോമൺ ആക്കും. അയ്യോ, അവർ നമ്മളുടെ കൂട്ടത്തിൽ ഒരാളെ പറയുന്നു എന്നുള്ളത് അവർ കോമൺ ആക്കും. അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.